ധർമ്മസ്ഥലയിൽ സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണയുമായി ബി.ജെ.പി. സംസ്ഥാന ഘടകം എത്തിയതോടെ വൻ രാഷ്ട്രീയ വഴിത്തിരിവ്. കൊല്ലപ്പെട്ട സൗജന്യയുടെ കുടുംബത്തെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ബി.വൈ. വിജയേന്ദ്ര സന്ദർശിച്ചു. സൗജന്യ കേസിൽ പുനരന്വേഷണത്തിനായി നിയമസഹായം നൽകുമെന്ന് അദ്ദേഹം കുടുംബത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സൗജന്യ കൊല്ലപ്പെട്ട് 13 വർഷത്തിന് ശേഷമുള്ള ബി.ജെ.പിയുടെ ഈ നീക്കം കർണാടകയിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഇതിനിടെ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകൻ മനാഫിന്റെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരുകയാണ്. സത്യം വിജയിക്കുമെന്നും അന്വേഷണത്തിന് സഹായകരമായ തെളിവുകൾ തേടിയാണ് ചോദ്യം ചെയ്യലെന്നും മനാഫ് വ്യക്തമാക്കി. ഇന്നലെ ഒരു മണിക്ക് ചോദ്യം ചെയ്യൽ തുടർന്നതാണ്. അർദ്ധരാത്രി വരെ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. പല രീതിയിലുള്ള ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. ഒറ്റപ്പെടുത്തിയിട്ടുള്ള ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. കൂട്ടായിട്ട് ജസ്റ്റിസ് ഫോർ സൗജന്യൻ്റെ എല്ലാവരെയും ഇരുത്തിയിട്ടും ചോദ്യം ചെയ്ത് ഇത് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരും. കുറച്ച് സമയമെടുക്കും ഈ കാര്യങ്ങൾക്കൊക്കെ. പിന്നെ അതുപോലെ തന്നെ പല സമ്മർദ്ദങ്ങളും പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങളും കാണുന്നുണ്ട് അവിടെ. നിങ്ങളെ പ്രതിയാക്കാൻ വേണ്ടി അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായ കാര്യങ്ങളെ എന്താവുള്ളൂ SITന്റെ ഭാഗത്തുനിന്ന് അത് എടുക്കുകയുള്ളൂ, സ്വീകരിക്കുകയുള്ളൂ. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇവിടെ ഒരു ഘട്ടത്തിൽ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഭീഷണി ഉണ്ടായി, ആക്ഷൻ കമ്മിറ്റികൾ ഭാരവാഹികൾക്ക് നേരെ ഭീഷണി ഉണ്ടായി എന്നൊക്കെ പറയപ്പെടുമ്പോഴാണ് ഈ ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ നീക്കം, അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കം ഉണ്ടായിരിക്കുന്നത്. അതായത് സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണ നൽകുന്നു, എല്ലാ നിയമസഹായവും നൽകുമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ഉറപ്പ് നൽകുന്നു. എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾക്ക്? തീർച്ചയായും ടോമെ, ഈ അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിൽ, അതായത് SITയുടെ അന്വേഷണം 54 ദിവസം പിന്നിട്ടിരിക്കുന്നു. അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വലിയ വഴിത്തിരിവ്, രാഷ്ട്രീയമായ ഒരു വഴിത്തിരിവുണ്ടായെന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നിയമസഭയിലൊക്കെ BJP ആണ് വലിയ ആരോപണവുമായി രംഗത്ത് വന്നത്. അതായത് ഈ ആക്ഷൻ കമ്മിറ്റി, സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്കെതിരെ ഇത്തരത്തിൽ വിദേശത്തു നിന്ന് ഫണ്ട് ഉൾപ്പെടെ ലഭിച്ചു എന്ന രീതിയിലൊക്കെ വലിയ തോതിലുള്ള ആരോപണം BJP ഉന്നയിച്ചിരുന്നു. ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഇത്തരത്തിൽ, അതായത് യെദ്യൂരപ്പയുടെ മകൻ കൂടിയാണ് ഇദ്ദേഹം, BJP സംസ്ഥാന പ്രസിഡന്റായ വിജയേന്ദ്ര, ഇദ്ദേഹം തന്നെ നേരിട്ട് സൗജന്യയുടെ വീട്ടിലെത്തുകയും സൗജന്യയുടെ അമ്മയോടും അതുപോലെ തന്നെ അമ്മയുടെ സഹോദരനോടും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് 2012 സൗജന്യ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുന്നത്. അതിനുശേഷം 13 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ BJP നേരിട്ട് ഇതിൽ ഒരു ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണ നൽകുന്നത് എന്നതും ഇതിലൊരു പ്രത്യേകതയുണ്ട്. എന്തായാലും BJP ഈ കാര്യത്തിൽ ഇതിൽ ഒരു പ്രതിയെ നേരത്തെ തന്നെ ഇവർ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇയാളെ സുപ്രീം കോടതി കുറ്റവിമുക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പുനരന്വേഷണത്തിന് വേണ്ട സാമ്പത്തിക സഹായം ഉൾപ്പെടെ BJP ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഒരു കൂടിക്കാഴ്ചയിൽ വളരെ വൈകാരികമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു. സൗജന്യയുടെ അമ്മ കരഞ്ഞുകൊണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ വിവരിച്ചത്. എന്തുകൊണ്ട് ഇത്രയും വൈകി എന്ന ഒരു ചോദ്യം വളരെ വൈകാരികമായി അവർ BJPയോട് ചോദിക്കുന്നത് നമ്മൾ കണ്ടു. ഏതായാലും ഈ ആക്ഷൻ കമ്മിറ്റിയിൽ ഭൂരിഭാഗം പേരും RSS BJP അനുകൂലികളാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു പ്രതിരോധം BJPക്കെതിരെ വന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇത് വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് ഇപ്പോൾ കർണാടകയിൽ ഇടയാക്കിയിട്ടുള്ളത്. ഇതിനിടയിൽ തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മനാഫിനെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരുന്നു. അതായത് 20 മണിക്കൂറിലധികമായി ഇപ്പോൾ മനാഫിനെ ചോദ്യം ചെയ്യൽ തുടരുന്നു. എന്തായാലും SIT ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട സഹായകരമായ ഇതിന്റെ തെളിവുകളും അത്തരം കാര്യങ്ങളും ഒക്കെയാണ് മനാഫിനോട് ചോദ്യം ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം തന്നെ ഇന്ന് രാവിലെ നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കിയത്. അതായത് ഇന്നലെ 1 മണിക്കാണ് മനാഫ് ബൽത്തങ്ങാടിയിലെ SIT ഓഫീസിൽ ഹാജരാകുന്നതും ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നതും. അതിനുശേഷം ഇന്ന് രാത്രിയോടുകൂടി 12 മണിയോടുകൂടി ഇദ്ദേഹത്തെ വിട്ടേക്കുകയും വീണ്ടും രാവിലെ 9 മണിക്ക് ചോദ്യം ചെയ്യാൻ വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു അഭിമുഖം നൽകിയിരിക്കുന്നത്. SITയുടെ ഈ ഒരു ഇപ്പോഴുള്ള ചോദ്യം ചെയ്യൽ അത് ഈ സൗജന്യ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾക്കൊപ്പം ഇരുത്തിയും ഒപ്പം തനിച്ചും ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. SIT ഇതിന്റെ കൃത്യമായ കാര്യത്തിലൂടെയാണ് പോകുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു ആശങ്കയില്ല എന്ന തരത്തിലാണ് മനാഫ് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ വലിയ ട്വിസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. അതായത് ബംഗളഗുഡയിൽ നിന്നും കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ധർമ്മസ്ഥലയിൽ ഉണ്ടായിട്ടുണ്ട്. ആ മൃതദേഹാവശിഷ്ടങ്ങൾ ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതുകൂടാതെ ബംഗളഗുഡയിൽ ഇനി വീണ്ടും ഒരു തെരച്ചിൽ നടത്താൻ SIT ഒരുങ്ങുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായി ഇതിന് ചുറ്റും വലിയ തോതിൽ പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. മുൻ ശുചീകരണ തൊഴിലാളിയും ഈ സ്ഥലത്തേക്ക്, തെരച്ചിൽ നടത്തുന്ന സ്ഥലത്തേക്ക് എത്തിക്കുമോ? നേരത്തെ
ഇയാൾ തെറ്റായ വിവരങ്ങൾ നൽകിയെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് ഈ ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്തതാണ്, പ്രതി ചേർത്തതാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയായ ഈ ശുചീകരണ തൊഴിലാളി ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലാണോ അതോ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണോ? ടോമെ, ഇയാളിപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ ബംഗളഗുഡയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കെട്ട സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയതല്ല. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹി, ഒപ്പം സൗജന്യയുടെ അമ്മയുടെ സഹോദരൻ വിട്ല ഗൌഡ എന്ന് പറയുന്നയാൾ, അദ്ദേഹം നേരത്തെ തന്നെ ഇത്തരത്തിൽ പല ചാനലുകൾക്കും ബംഗളഗുഡയിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങളുണ്ട്, താൻ കാട്ടിത്തരാമെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിച്ച് നടത്തിയ ഒരു തെരച്ചിലാണ് ഒന്നിലധികം, അതായത് നമ്മൾക്ക് അത് കൃത്യമായ കണക്ക് നമുക്ക് ലഭിച്ചിട്ടില്ല, പക്ഷെ 5ഓളം മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. അത് മാത്രം എടുത്തു കൊടുത്തതാണെന്നും ഈ SITയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളുടെ വാക്ക് വിശ്വസിച്ച് കൃത്യമായി ഈ സ്ഥലം പരിശോധിച്ച് കൂടുതൽ ഇവിടെ നിന്നും ഈ മൃതദേഹാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ SIT നടത്തുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും BJP ഒരു ഭാഗത്ത് ഈ ആക്ഷൻ കമ്മിറ്റിക്ക് പൂർണ്ണ പിന്തുണമായി രംഗത്തെത്തുന്നു. ഒപ്പം SITയുടെ അന്വേഷണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെ വീണ്ടും തെരച്ചിൽ നടത്താനുള്ള ഒരു സാധ്യതയും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പുതിയൊരു വിവരം വരുന്നത് ഫോറൻസിക് പരിശോധനാ ഫലം SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. പക്ഷേ അത് സംബന്ധിച്ച് കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല, ഇതുവരെയുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഈ SIT പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ ഇന്ന് ഇത്തരത്തിൽ നേരത്തെ ലഭിച്ച, അതായത് 6 പോയിന്റിലും 11A ബംഗളഗുഡയിലാണ് ഈ 11A പോയിന്റ് ഉള്ളത്. അവിടെ നിന്നും ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലം ഇപ്പോൾ SITക്ക് ലഭിച്ചിട്ടുണ്ടെന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും അത് സംബന്ധിച്ച് അതിൽ ഇനി കുറച്ചും കൂടി വ്യക്തത വരാനുണ്ട്. ഏത് വർഷം കൊല്ലപ്പെട്ട ആളുകൾ, അതല്ല ഇത് ആരുടെ മൃതദേഹം, അത്തരം വിവരങ്ങൾ ഏതൊക്കെ SITക്ക് ശേഖരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഏതായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇനി വളരെ നിർണായകമായിരിക്കും. അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെ വീണ്ടും തിരച്ചിലുണ്ടാകുമോ, അതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും ശുചീകരണ തൊഴിലാളിയായ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ചിന്നയെ എന്തുകൊണ്ട് ബംഗളഗുഡയിലെ ഈ സ്ഥലം SITക്ക് കാട്ടിക്കൊടുത്തില്ല എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഈ വിട്ല ഗൌഡയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഈ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയത്. ആ ഒരു സ്ഥലം ചൂണ്ടിക്കാട്ടിയത് വിട്ല ഗൌഡ എന്ന് പറയുന്ന സൗജന്യയുടെ അമ്മയുടെ സഹോദരൻ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്താണ്. അങ്ങനെയെങ്കിൽ ഈ പ്രദേശത്ത് കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. പല കന്നഡ ചാനലുകൾക്കും അത്തരത്തിലുള്ള അഭിമുഖം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരു പരിശോധന ഇവിടെ നടത്താൻ SIT ആലോചിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് മനാഫിനെ കൂടി ചോദ്യം ചെയ്യൽ അവസാനിക്കുന്നതോടുകൂടി ഈ ചോദ്യം ചെയ്യൽ ഏതാണ്ട് പൂർത്തിയാകും. ഇനി വളരെ നിർണായകമായ, വളരെ പ്രധാനപ്പെട്ട ആളുകളെ കൂടി ചോദ്യം ചെയ്യാനുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെ ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെയാണ് കൂടുതൽ ചോദ്യം ചെയ്തത്. കാരണം ഇതിലൊരു ഗൂഢാലോചനയുണ്ടെന്ന വലിയ തോതിലുള്ള വാദം ഉയർന്നിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP ആണ് ഇത് ആദ്യം ഇത്തരത്തിലുള്ള ഒരു വാദം ഉയർത്തിയത്. വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ പ്രതി ചേർക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. ഇത് ഗൂഢാലോചനയാണ്. ഈ ആരോപണം, ഈ വെളിപ്പെടുത്തൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരുന്നു എന്നായിരുന്നു SIT ഒരു ഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ സംഭവ സ്ഥലത്തു നിന്നും ധർമ്മസ്ഥലയിൽ നിന്നും കണ്ടെത്തിയതോടെ കാര്യങ്ങൾ വീണ്ടും മാറിമറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കാനാണ് SITയുടെ നീക്കം നിലവിലുള്ളത്. നടിയുടെ പരാതിയിൽ